ദൈവത്തിന് മഹത്വം. എക്സോഡസ് ബൈബിൾ സ്റ്റഡി എന്ന ഫേസ്ബുക്ക് പേജിലേക്കും ലീഡ് ബൈബിൾ സ്റ്റഡി എന്ന യൂട്യൂബ് ചാനലിലേക്കും എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹ വന്ദനം. കഴിഞ്ഞ ദിവസം ചിന്തിച്ചത് മോശയും ഏലിയാവും അല്ലേ, ഇവർ രണ്ടുപേരും ഇവിടെ പ്രത്യക്ഷനായി അല്ലേ, യേശുവിന്റെ അടുക്കൽ. യേശു എന്ന് പറയുന്ന ദൈവത്തിന്റെ അടുക്കൽ. പഴയ നിയമത്തിലെ രണ്ട് വ്യക്തികളെ പുതിയ നിയമത്തിൽ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു ആരായി? അന്നേരം ദൈവമായി. പഴയ നിയമത്തിലെ ദൈവമായി. എന്തിനാ അങ്ങനെ വേർതിരിച്ച് നിർത്തിയത്? പുതിയ നിയമത്തിൽ പാപികളുടെ കൂടെ ദൈവത്തിന് വസിക്കാനൊക്കത്തില്ല. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ ഇവർ പാപം ചെയ്തിട്ടുണ്ട്. പാപം ചെയ്തിട്ട് പാപത്തിൽ ദൈവത്തിന് വസിക്കാനൊക്കത്തില്ലല്ലോ. അതുകൊണ്ടല്ലേ ദൈവദേശം നഷ്ടപ്പെട്ടത് കൊണ്ടല്ലേ ഇവര് ദൈവം കൂടെ നടക്കാതിരുന്നത്, ആദാമിന്റെ ഹവ്വയും കൂടെ. പിന്നെ ഇപ്പം പാപം ചെയ്ത മനുഷ്യന്റെ കൂടെ ദൈവത്തിന് ഒരിക്കലും വസിക്കാനൊക്കത്തില്ല. അതുകൊണ്ടാണ് പത്രോസിനെ, യാക്കോബിനെ, യോഹന്നാനെ അവിടെ നിർത്തിവെച്ച് മേലോട്ട് കയറിപ്പോയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതെല്ലാം വായിച്ച് ആ സംഭവം അവിടെ നിർന്നു. അത് കഴിഞ്ഞിട്ട് ദൈവം എങ്ങനെ, യേശു ദൈവപുത്രനായി എങ്ങനെ നമുക്ക് അങ്ങനെ ചിന്തിക്കണം. യേശുവിന്റെ ജന്മം എങ്ങനെയായിരുന്നു? യേശുവിന്റെ ജന്മം നമ്മൾ മത്തായി സുവിശേഷം വായിക്കുന്ന 1-ാം അധ്യായത്തിൽ അബ്രഹാമിന്റെ പുത്രനായ ദാവീദ് പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി. അപ്പൊ നമ്മൾ പണ്ട് യേശു ക്രിസ്തുവിന്റെ വംശാലിയാ അല്ലെ. യേശു ക്രിസ്തുവിന്റെ ജനനം നമ്മൾ ശ്രദ്ധിച്ചേ. ജനനത്തില് വിദ്വാൻമാര് യേശുവിനെ കാണാൻ വന്നു അല്ലേ. നക്ഷത്രം നോക്കി വിദ്വാൻമാര് യേശുവിനെ കാണാൻ വന്നു. ഇത് നമ്മൾ ചിന്തിക്കേണ്ട എന്ത് വെളിപ്പാടാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് എന്ന് വ്യക്തമായിട്ട് ദൈവാത്മാ പറഞ്ഞ കാര്യമാണ്. യേശുവിനെ കാണാനായിട്ട് ആര് വന്നു? വിദ്വാൻമാർ വന്നിട്ട് എന്തൊക്കെ കൊടുത്തു? ഇതെല്ലാം കൊണ്ട് കൊടുത്തു. ഇതെന്തിനാ കൊടുത്തത്? യേശുവിന് എന്തിനാ കൊടുത്തത്? യേശു ദൈവപുത്രനാണ് വിദ്വാൻമാർക്ക് അറിയാം അല്ലേ, അല്ലെങ്കിൽ ദൈവമാണെന്ന് അറിയാം. ദൈവത്തിന് ആദ്യം കൊണ്ട് ഇമാര് കൈക്കൂലിയാ കൊടുത്തത്. ജനിച്ചപ്പോഴേ കൊണ്ട് കൈക്കൂലിയാ കൊടുത്തു. ജനിച്ചപ്പോഴേ കൊണ്ട് കൈക്കൂലി കൊടുത്തു. അതെന്നാ പിന്നെ ഇങ്ങനെ പറഞ്ഞു? യേശുവിന് വേണ്ട കൈക്കൂലി കൊടുത്തു. യേശുവിന് കൈക്കൂലിയാ കൊടുത്തത്. ജനിച്ചതേ ഉള്ളൂ, അവനൊന്നും അറിയത്തില്ല. ഒന്നും അറിയത്തില്ല. ആ സമയത്ത് കൊണ്ട് കൈക്കൂലി കൊടുത്തു. യേശുവിന് കൈക്കൂലി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എന്തോ ചെയ്യുന്നേ? യേശു വളർന്നു. 12-ാം വയസ്സിൽ എവിടോട്ട് പോയി? പെരുന്നാൾ ദേവാലയത്തിൽ പോയി അല്ലേ. ദേവാലയത്തിൽ പോയി. ആരൊക്കെ പോയി? യോസേഫ്, അപ്പനും അമ്മയും അല്ലേ. അപ്പനെന്ന് പറയപ്പെടുന്ന അപ്പനും അല്ലേ, പറയപ്പെടുന്ന പറയാനൊക്കെ ഒത്തുള്ളൂ അല്ലേ. യേശുവിന്റെ അപ്പൻ യോസഫ് അല്ലല്ലോ, പരിശുദ്ധാത്മാവല്ലേ. അപ്പം അപ്പനും അമ്മയും മകനും 3 പേരും കൂടെ ദേവാലയത്തിൽ പോയി കണ്ട പെരുന്നാൾ കഴിഞ്ഞ് വീട്ടിൽ പോകാൻ തുടങ്ങും അല്ലേ. വീട്ടിൽ പോകാൻ തുടങ്ങിയപ്പോൾ ഇവർ തമ്മിൽ പ്രശ്നമുണ്ടായി. യോസേഫും മാറിയും തമ്മിൽ പ്രശ്നമുണ്ടായി. അതന്നെ ഇങ്ങനെ പറയില്ല അല്ലേ. നമുക്ക് അങ്ങനെ ചോദിക്കാം, എങ്ങനെ ഇങ്ങനെ പറയും? അവർ പ്രശ്നമുണ്ടായി. അവിടെ വെച്ച് പ്രശ്നം ഉണ്ടായി വെച്ചോ. യോസേഫ് മോനോട് പറഞ്ഞു, യേശുവിനോട് പറഞ്ഞു, മോനെ നീ അമ്മയുടെ കൂടെ പൊക്കോ അല്ലേ. നീ അമ്മയുടെ കൂടെ പൊക്കോ. അമ്മയുടെ കൂടെ പോയിട്ട് എന്താ ചെയ്യണം? അമ്മയുടെ കൂടെ നീ പൊക്കോ. ഞാൻ ഇച്ച സാധനമൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടോട്ട്. നമ്മൾ സാധാരണ രീതിയിലാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നോർമലായിട്ട് എല്ലാവർക്കും മനസ്സിലാവണം. യേശുവിനോട് പറഞ്ഞു, മോനെ നീ അമ്മയുടെ കൂടെ പൊക്കോ. നിന്റെ അമ്മയല്ലേ, അമ്മയവനല്ലേ. അപ്പൊ നിന്റെ അമ്മയുടെ കൂടെ നീ പൊക്കോ. ഞാൻ അപ്പനല്ല, അത് അവനറിയാം, പൊതുജനത്തിന് അറിയത്തില്ല. അതുകൊണ്ട് നീ അമ്മയുടെ കൂടെ തന്നെ പൊക്കോ. ഞാനങ്ങ് വന്നേക്കാം, ഇച്ച സാധനമൊക്കെ വാങ്ങിച്ചിട്ട് വന്നേക്കാം. അപ്പം മറിയോട് ഞാൻ ചോദിച്ചു, മറിയുടെ കൂടെ യേശു വന്നിട്ട് എന്നാ മറിയ കൊണ്ടുപോയിരുന്നു? മറിയയുടെ കൂടെ യേശു വന്നില്ലേ? യേശു ഒന്ന് ചോദിച്ചു കാണുമല്ലോ. അമ്മ അച്ഛൻ പറഞ്ഞു. നമ്മൾ സാധാരണ രീതി ചിന്തിക്കട്ടോ. മറിയോട് മോൻ എന്ന് പറഞ്ഞു, അമ്മ അച്ഛൻ പറഞ്ഞു എന്ത് വേണം? അമ്മയുടെ കൂടെ പൊക്കളാൻ പറഞ്ഞു പറഞ്ഞു. അപ്പൊ മറിയ പറഞ്ഞു, മോനെ എല്ലാവരും കാണുകയാണ് നിന്നെ അപ്പനായിട്ട് ഞങ്ങൾ രണ്ടുപേരും കൊണ്ടുവന്നത് അല്ലേ. അവനോട് പറയല്ലേ, എന്നോട് പറഞ്ഞൊരു കാര്യം പറഞ്ഞു. മോനോട് പറയാനൊക്കത്തില്ല നിന്റെ അപ്പൻ ഇതല്ലെന്ന് പറയാനൊക്കത്തില്ലല്ലോ. മോനോട് പറയാനൊക്കത്തില്ല. അപ്പൊ എന്നോട് മറിയ പറഞ്ഞ കാര്യം പറഞ്ഞേ. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യോസേഫ് അല്ലേ ഇവന്റെ അപ്പൻ, പരിശുദ്ധാത്മാവ് അല്ലേ. അപ്പൊ മോനെ നാട്ടുകാർ ഒറ്റ അറിയണ്ട. നാട്ടുകാർ ഒരു മനുഷ്യൻ പോലും അറിയരുത്. അറിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവും. നിന്റെ അപ്പന് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നീ ഒരു കാര്യം, നീ അപ്പന്റെ കൂടെ അങ്ങ് പൊക്കും. ഞാനും വന്നേക്കാം, നീ അപ്പന്റെ കൂടെ പൊക്കും. അപ്പന്റെ കൂടെ പോകുമ്പോ ആർക്കും സംശയം വരത്തില്ലല്ലോ. യോസഫിന്റെ മകനാന്ന് തന്നെയല്ലേ വെച്ചിരിക്കുന്നേ. അപ്പം മറിയക്കറിയാം യോസഫിന്റെ മകനല്ല. യോസഫിനും അറിയാം മറിയയുടെ മകനല്ലെന്ന് അല്ലേ. പരിശുദ്ധാത്മാവനുള്ളതെന്ന് മറിയക്കറിയാം. പക്ഷെങ്കിൽ യോസഫിനാ പറയുന്നത് എന്റെ മോനല്ലെന്നാ പറയുന്നത് അല്ലേ, എന്റെ മോനല്ലെന്ന്. അപ്പൊ സ്വാഭാവികമായിട്ടുള്ള പ്രശ്നം ഉണ്ടായപ്പം യോസഫ് പറഞ്ഞു അമ്മയുടെ കൂടെ പൊക്കും. അമ്മ പറഞ്ഞു അപ്പന്റെ കൂടെ പൊക്കും. അപ്പൊ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. ആദ്യം യോസഫ് പറഞ്ഞു പൊക്കോ. അമ്മയുടെ അടുക്കൽ ചെന്ന് വെച്ചാൽ അമ്മ തിരിച്ച് യോസഫിന്റെ അടുക്കലോട്ട് വിട്ടു. അവിടെ ചെന്നപ്പോൾ യോസഫ് അങ്ങ് പോയി. പിന്നെന്തോ ചെയ്തു? മറിയുടെ അടുക്കൽ ചെന്നപ്പോൾ മറിയം പോയി.
രണ്ടുപേരും പോയി 3 ദിവസം കഴിഞ്ഞിട്ട് അല്ലേ വായിക്കുന്നത് എങ്ങനെ? അത് ചരിത്രങ്ങൾ പറയുന്നുള്ളതല്ലോ, കറക്റ്റായിട്ട് ബൈബിളിൽ അങ്ങനെ തന്നെ കിടക്കും. 3 ദിവസം വഴി ചെന്നപ്പോൾ അവർ അന്വേഷിച്ചു. 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇവർ അന്വേഷിക്കുന്നത്. അത് ആദ്യം ചിന്തിക്കും ഇവർ വഴക്കുണ്ടായിട്ട് പോയതാ, ഇവർ വഴക്കുണ്ടാക്കി വെച്ച് പോയതാ. കാര്യം വെച്ചാൽ നിന്റെ മോനാ ഏതായാലും കൊണ്ടുവന്നു, പരിപാടി എല്ലാം കഴിഞ്ഞു, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, നീ കൊണ്ടുപോകുമെന്ന് പറഞ്ഞപ്പോൾ ചെയ്യാൻ വിട്ടിട്ടുണ്ടോ, നിങ്ങൾ രണ്ടും വഴക്കുണ്ടാക്കി വെച്ചാൽ പോയത്. അത് കഴിഞ്ഞിട്ട് ഇവര് തിരിച്ച് 3-ാം ദിവസം 3 ദിവസത്തെ യാത്ര കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത്. അപ്പൊ 3 എന്നുള്ള പ്രത്യേകത അവിടെ ശ്രദ്ധിക്കണം. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഒന്ന് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഇവർ 3 പേരും കൂടെ പോയത് ദേവാലയത്തിൽ പോയത് 3 പേരും കൂടെ. ഇങ്ങോട്ട് വന്നപ്പം 2 പേരേ ഉള്ളൂ, അപ്പനും അമ്മയും. ചെറുക്കനില്ല, അതായത് യേശു ഇല്ല. ഇവര് തിരിച്ചന്വേഷിച്ചു ചെന്നു അല്ലെ, തിരിച്ചന്വേഷിച്ചു ചെന്നു. നമുക്കെല്ലാം അറിയാവുന്ന ഭാഗമാണ് ഇങ്ങനെ പറയുന്നത്. തിരിച്ചന്വേഷിച്ചു ചെന്നപ്പോൾ എന്തോ വേണ്ടി യേശു ദൈവാലയത്തിൽ ദൈവത്തിനൊക്കെ ന്യായപ്രമാണമൊക്കെ വായിച്ച് എല്ലാവരും പഠിപ്പിച്ച് നല്ല സുന്ദരനായിട്ട് ഇരിക്കുക അല്ലേ. തർക്കിച്ചും വാദിച്ചും ശാസ്ത്രിമാരുടെ അടുക്കലും എല്ലാം നല്ലപോലെ ഇരിക്കുക. ഓ, എന്തൊരു അത്ഭുതമോ! ഞാൻ ചോദിച്ചാൽ അത് നല്ല കാര്യമല്ലേ? ഞാൻ ദൈവത്തോട് ചോദിച്ചാൽ അത് നല്ല കാര്യമല്ലേ? അങ്ങയുടെ പുത്രൻ ദൈവവചനം പറയുന്നതിന് എന്നാ കുഴപ്പമുണ്ടോ? അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ച യേശുവല്ലേ. അന്നേരം പിന്നെ ദൈവവചനം വായിക്കുന്നതിനോ ദൈവവചനം പ്രസ്താവിക്കുന്നതിനോ വല്ല കുഴപ്പമുണ്ടോ? ഒന്നുമില്ല അല്ലേ. എന്നാ ശരി, അങ്ങനെ ഇരുന്ന ഇവര് മോനെ പിടിച്ചോണ്ട് പോയി അല്ലേ. അവിടെ ആരോഗ്യ പരീക്ഷന്മാരുടെ കൂടെ എല്ലാവരുടെ കൂടെ ഇരുന്ന ശാസ്ത്രിമാരുടെ കൂടെ എല്ലാം ന്യായപ്രമാണം നല്ലവരെ അറിയാവുന്നവരോട് ഒക്കെ സംസാരിച്ചു. അത് കഴിഞ്ഞ് ഇവന് എങ്ങനെ പ്രസ്താവിക്കുന്നതെന്നൊക്കെ ചോദിച്ചു അല്ലേ. എന്ന് പറഞ്ഞാൽ ഞാൻ വിരുദ്ധന, ഞാൻ യേശുക്രിസ്തുവിന്റെ മോനാ അല്ലേ, ഞാൻ ദൈവപുത്രനാ, എനിക്കെല്ലാം അറിയാം എന്നുള്ള ഭാവത്തിൽ അവൻ അവിടെ ഇരുന്ന് സംസാരിച്ചു. ദൈവാലയത്തിലായിരിക്കുന്നത്. ദൈവാലയത്തിൽ സംസാരിച്ചു. അമ്മയും അപ്പനും അവനെ വിളിച്ചോണ്ട് വീട്ടിൽ ചെന്നു അല്ലേ. വീട്ടിൽ കൊണ്ടുപോയിട്ട് അമ്മ അവനോട് പറഞ്ഞു, ഇനി മേലാൽ നിന്നെ എങ്ങും ഞങ്ങൾ കൊണ്ടുപോകത്തില്ല. നിന്നെ വേണം നിന്റെ അപ്പം നോക്കും. നിന്റെ അപ്പൻ ആരാ? യേശുവിന്റെ അപ്പൻ ആരാ? പരിശുദ്ധാത്മാവ്. മറിയ പറഞ്ഞു, നിന്നെ വേണം നിന്റെ അപ്പം നോക്കും എന്ന് പറഞ്ഞു. അവിടെ പിന്നെ ഇരുന്നു അല്ലേ. യേശു എത്ര നാളായിരുന്നേ? 18 വർഷം വീട്ടിലിരുന്ന്. ദൈവകൃപയില്ലാതെ, ദൈവാത്മാവ് നടത്തിപ്പില്ലാതെ, ദൈവമാനാന്ന് പറഞ്ഞു വെച്ച് ശുശ്രൂഷ ചെയ്യാൻ കയറിയതാ ദേവാലയത്തിൽ. ഓർത്തോണം, ദൈവാലയത്തിൽ ശുശ്രൂഷ ചെയ്യാൻ കയറിയതാ. എത്ര വർഷം വീട്ടിലിരുന്നേ? 18 വർഷം വീട്ടിലിരുന്നു. ആര്? ദൈവത്തിന്റെ പുത്രൻ യേശു 18 വർഷം വീട്ടിലിരുന്നു. അപ്പൊ നമ്മൾ പറയും തച്ചന്റെ മോനല്ല, തച്ചനോട് ജോലി ചെയ്തു. അതൊന്നുമല്ല അവിടുത്തെ ആത്മീയ അർത്ഥം. എന്ന് പറഞ്ഞാൽ കൃപയില്ലാതെ എന്ന് പറഞ്ഞാൽ കൃപയാവുന്ന പരിശുദ്ധാത്മാവില്ല. പരിശുദ്ധാത്മാവിന്റെ മോനാ, അവന് പരിശുദ്ധാത്മാവില്ല. യേശുവിന് പരിശുദ്ധാത്മാവില്ല. ഉണ്ടോ? യേശു ജനിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഉണ്ടോ? മാർക്ക കിട്ടിയ മറിയിക്കേ ഉള്ളൂ. പരിശുദ്ധാത്മാവ് ലഭിച്ച യേശു ജനിച്ചു. യേശുവിന് കൃപയില്ല, പരിശുദ്ധാത്മാവില്ല, ഒന്നുമില്ല. ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യാവതാരം എടുത്തതാ. അവന് ദൈവത്തിന്റെ രൂപവും സാദൃശ്യവും എല്ലാം ഉണ്ട്. ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തിയ മനുഷ്യനെ സൃഷ്ടിച്ചുള്ളൂ. പക്ഷെങ്കിൽ ദൈവരൂപം ഇവനില്ല. യേശുവിന് ദൈവത്തിന്റെ കൃപയില്ല. കൃപ ആർക്കേ ലഭിച്ചുള്ളൂ? മറിയിക്കേ ഉള്ളൂ. മറിയ അതുകൊണ്ടാണ് പറഞ്ഞത്, മോനെ നീ ഇനി വീട്ടിലിരുന്നു, നിന്നെ വേണം നിന്റെ അപ്പം നോക്കിക്കോളും. പറഞ്ഞതിന്റെ കാരണം നിന്റെ അപ്പൻ ആരാ? പരിശുദ്ധാത്മാവ്. നീണ്ട 18 വർഷം യേശു വീട്ടിലിരുന്ന് അപ്പനോട് ജോലി ചെയ്തെന്നൊക്കെ നമ്മൾ ജോലിയൊക്കെ എന്തൊരു ചെയ്തോട്ടെ, അതൊന്നും നമ്മൾ അവിടെ പറയുന്നില്ല. ദൈവകൃപയില്ലാതെ, ദൈവ സാന്നിധ്യമില്ലാതെ, ദൈവത്തിന്റെ അരുളപ്പാടില്ലാതെ പോയി ദേവാലയത്തിൽ പോയി കയറിയിരുന്നു. ദേവാലയത്തിൽ പോയി ആരുടെ കൂടെ? പരീക്ഷന്മാരുടെ എല്ലാം ദൈവവചനം വായിച്ചു, ന്യായപ്രമാണം വായിച്ചു അല്ലേ. വായിച്ചു കഴിഞ്ഞിട്ട് അവൻ ആവശ്യമായിട്ട് അവിടെ ഇരുന്നു. ഒരു വിഷയമില്ല. എനിക്ക് ദൈവകൃപ ഉണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. പക്ഷെ ദൈവകൃപയില്ലാതെ പോയി ബൈബിളൊക്കെ വായിച്ച് ദേവാലയത്തിൽ ദൈവസന്നിധി പോയിരുന്നു. ദൈവാലയം എന്ന് പറയാൻ പഴയ നിമിത്ത ദൈവാലയം എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാമല്ലോ, ദൈവീയ തേജസ് ഇറങ്ങി വന്ന സ്ഥലമാണ്. അപ്പൊ അവിടെ പോയിരുന്ന് യേശു ദൈവപുത്രൻ ഒരു കൃപയില്ലാതെ പോയി ദൈവവചനം സംസാരിക്കും വെച്ച് ഇപ്പൊ വീട്ടിലിരിക്കുക. എത്ര വർഷമായി? 18 വർഷം വീട്ടിൽ ഇരുന്നിട്ട് എന്തോ ചെയ്തു? 18 വർഷം വീട്ടിലിരുന്നു. അതെന്തല്ല ജോസഫിന്റെ കൂടെ പോയി വേല ചെയ്തോ ഇല്ലോ ഒന്നും നമ്മൾ പറയണ്ട. പക്ഷെ 18 വർഷം വീട്ടിലിരുന്നു. ദൈവകൃപയില്ലാതെ ദൈവാലയത്തിൽ പോയി ശുശ്രൂഷ ചെയ്തതിന്റെ ഫലം യേശു അനുഭവിക്കുക. 18 വർഷം കഴിഞ്ഞിട്ട് 30-ാമത്തെ വയസ്സിലല്ലേ പിന്നെ യേശുവിനെ കാണുന്നേ. 30-ാമത്തെ വയസ്സിൽ യോഹന്നാൻ സ്നാപകന്റെ അടുക്ക വരുമ്പോ അല്ലേ
യോഹന്നാൻ സ്നാപകന്റെ അടുക്ക വന്ന് യേശു സ്നാനമേറ്റു. അവിടുത്തെ ആ ഒരു വെളിപ്പാട് യേശുവിന്റെ അടുക്ക യോഹന്നാൻ സ്നാപകന്റെ അടുക്ക വന്ന് യേശു സ്നാനമേറ്റ് കയറിയപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ അവന്റെ മേൽ ആവസിച്ചു. ഇവൻ എന്റെ പ്രിയപുത്രൻ, അന്നേരോ പറയുന്നേ ഇവൻ എന്റെ പ്രിയപുത്രൻ. ഈ 30-ാമത്തെ വയസ്സ് വരെ, അതായത് 29 വയസ്സ് വരെ അവൻ എന്റെ പ്രിയപുത്രൻ അല്ലായിരുന്നു. മനസ്സിലാക്കി, എന്റെ പ്രിയപുത്രൻ അല്ലായിരുന്നു. 30-ാമത്തെ വയസ്സ് സ്നാനം കഴിഞ്ഞപ്പോൾ അവൻ പറയുന്നേ ഇവൻ എന്റെ പ്രിയപുത്രൻ, സ്വർഗത്തിൽ നിന്ന് ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് അതിന് എല്ലാവരും നമ്മൾ പറയുന്ന അവൻ അനുസരണമുള്ളവനായി മാതാപിതാക്കളോടിരുന്നു. അവൻ അനുസരണമൊന്നും ഇല്ലായിരുന്നു, കുരുത്തക്കേട് തന്നെയാണ് കാണിച്ചത്. കുരുത്തക്കേട കാണിച്ച് ദേവാലയത്തിൽ പോയി ശുശ്രൂഷ ചെയ്ത് എത്ര വർഷം? 18 വർഷം. അത് കഴിഞ്ഞിട്ട് ശുശ്രൂഷ ചെയ്ത് വീട്ടിൽ ഇരുന്നു. അവന് ദൈവകൃപ എടുപ്പോൾ 15 വർഷം കഴിഞ്ഞ് വീട്ടിൽ ഇരിക്കണ്ട. അവൻ പിന്നെ പോയി ശുശ്രൂഷ ചെയ്തില്ലേ? ഇല്ല, അവന് ദൈവകൃപ ഒന്നും ഇല്ലായിരുന്നു. ദൈവകൃപ ആരൊക്കെ ഉള്ളായിരുന്നു? മറിയൊക്കെ ഉള്ളായിരുന്നു. ഇവൻ ദൈവകൃപ ഇല്ലാതെ ദൈവസന്നിധി പോയിരുന്ന ദൈവസന്നിധി പോയി ന്യായപ്രമാണം വായിച്ചു, പ്രബോധിപ്പിച്ചു, ഇതെല്ലാം ചെയ്തു. 12-ാമത്തെ വയസ്സിൽ പിന്നെ പോയി 18 വർഷം കഴിഞ്ഞ് 30-ാമത്തെ വയസ്സിലാണ് യേശുവിനെ കാണുന്നത്. അതെന്തോരം ആയിക്കോട്ടെ, യേശു പണി ചെയ്തു, വേല ചെയ്തു, അതൊക്കെ അവിടെ നിന്നോട്ടെ. അതിനകത്തൊന്നും പറയുന്നില്ല. പക്ഷെങ്കിൽ ദൈവിക വെളിപ്പാട് ഇതാണ്. കൃപയില്ലാതെ പോയി ദൈവവേല ചെയ്തു ദേവാലയത്തിൽ. അതിന്റെ ശിക്ഷയാണ് അവന് 18 വർഷം അനുഭവിക്കേണ്ടത്. അവന്റെ പേര് പോലും ഇല്ല, യേശു ദൈവപുത്രനാ അല്ലേ? അവന്റെ നാമം പോലും ഈ 18 വർഷം ഇല്ല. 18 വർഷം 30-ാമത്തെ വയസ്സിൽ വന്നു യോഹന്നാന്റെ കീഴിൽ സ്നാനമിട്ടു അല്ലേ? സ്നാനമിട്ട് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ അവരെ നേരെ എങ്ങോട്ടാ പോയത്? മരുഭൂമി പോയി അല്ലേ? അത് ഓർത്ത് മരുഭൂമിയിലോട്ട് പോയി. പരിശുദ്ധാത്മാവ് വന്നപ്പോ മരുഭൂമിയിലോട്ട്. യോഹന്നാൻ സ്നാപകൻ എവിടെ? മരുഭൂമിയിലാ വന്നേ. യോഹന്നാൻ സ്നാപകൻ പരിശുദ്ധാത്മാവ് ചോദിച്ചാൽ അവൻ മരുഭൂമിയിലാ. ഓർക്കണം, ഇവിടെ പരിശുദ്ധാത്മാവ് ചോദിച്ച ദൈവപുത്രൻ അല്ലേ? ഇത് പരിശുദ്ധാത്മാവ് ഗർഭിണിയായ മറിയയുടെ പുത്രൻ അല്ലേ? അതാ നമ്മളവിടെ ശ്രദ്ധിക്കണ്ടേ? എല്ലാരും പഠിപ്പിക്കുന്നു, വചനം പറയുന്നു ഇങ്ങനെ തന്നെയാണ്. എന്തോ അവന് അമ്മയുടെ അപ്പന്റെ കൂടെ അനുസരിച്ച് ജീവിച്ചു. അവിടെ നിന്ന് അനുസരിച്ചൊന്നുമില്ല, അവൻ മനുഷ്യനാ. യേശു എന്ന് പറയുന്ന മനുഷ്യനാ. എന്തിനാ ദൈവാത്മാവ് എപ്പോഴാ വന്ന്? 30-ാമത്തെ വയസ്സ് വന്ന് അവന്റെ മേൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോ നേരെ പോയത് മരുഭൂമിയിലോട്ടാ. മരുഭൂമിയിൽ പോയി പരീക്ഷ നേരിട്ടു അല്ലേ? അതിനെ സാത്താനെ ജയിച്ചു. സാത്താനെ ഒരു പ്രാവശ്യം ദൈവം തോൽപ്പിച്ച എവിടാ? നീ ആദാമി ഹവ്വയ്ക്കും പഴം പറിച്ചു കൊടുത്തപ്പോ അല്ലേ? അത് നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ട് പിന്നെ പറയുന്നില്ല. അപ്പം ഇവിടെ പരീക്ഷിക്കപ്പെട്ടു, യേശു പരീക്ഷിക്കപ്പെട്ടു, അതിന് വിജയം നേടി നേരെ എങ്ങോട്ടാ പോയെന്നറിയോ? നേരെ എങ്ങോട്ടാ പോയത്? ദൈവാലയത്തിൽ പഴയ ഞാൻ പോയി 12-ാമത്തെ വയസ്സിൽ പോയി ശുശ്രൂഷിച്ച ദേവാലയത്തിലോട്ട് കയറി. പഴയ 18 വർഷം മുമ്പ് ഞാൻ ശുശ്രൂഷിച്ച ദേവാലയത്തിൽ കയറിയപ്പോ എന്താ കാണിച്ചു? അവിടെ അന്ന് അവൻ കയറിയത് എവിടായിരുന്നു? കച്ചവടക്കാരുടെ കൂടെ ആയിരുന്നു. നമ്മളത് ചിന്തിക്കരുത്. അവൻ അന്ന് അവിടെ കയറിയത് 12-ാമത്തെ വയസ്സിൽ അവൻ കയറി. അവിടെ ന്യായപ്രമാണം വായിച്ചു. അത് ദൈവാലയം അല്ലായിരുന്നു. അവിടെ എന്തോ ആയിരുന്നു കിടക്കുന്നത്? എന്തോ പക്ഷികളെ വിൽക്കുന്ന എല്ലാ വൃത്തികേടുകളും ആ ദേവാലയത്തിൽ ഉണ്ടായിരുന്നു. ആ വൃത്തികേടുള്ള ദേവാലയത്തിലാണ് യേശു 12-ാമത്തെ വയസ്സിൽ പോയി ശുശ്രൂഷിച്ചത്. നമ്മളത് ചിന്തിക്കും, ന്യായപ്രമാണം വായിച്ചത് ഈ വൃത്തികേടുള്ള ആലയത്തിൽ പോയി 12-ാമത്തെ വയസ്സിൽ ശുശ്രൂഷിച്ചു. 18 വർഷം അവൻ വീട്ടിലിരുന്നു. പരിശുദ്ധാത്മാവ് പ്രാപിച്ചതിന് ശേഷം നേരെ എവിടെ വന്നേ? ആലയത്തിലേക്ക് പരീക്ഷപ്പെട്ടു. അതാണ് അവന്റെ ആലയം വൃത്യമാക്കി അല്ലേ? ആലയത്തിലുള്ള എല്ലാ വാളുകാരെയും അടിച്ചു പുറത്താക്കി. എന്താ ശുശ്രൂഷ ആദ്യം തുടങ്ങും അവിടെ. ദൈവാത്മാവ് കയറിയപ്പം ശുശ്രൂഷ തുടങ്ങുന്നത് എവിടെ? ഞാൻ ആദ്യം 12-ാമത്തെ വയസ്സിൽ പോയി എവിടെ പോയിരുന്നു? ആലയത്തിൽ പോയി ശുശ്രൂഷിച്ചതാ. ഞാൻ ആലയത്തിൽ പോയി ശുശ്രൂഷിച്ചത് ദൈവത്തിന്റെ പൈതലാ ഞാൻ, അല്ലെങ്കിൽ ദൈവത്തിന്റെ പുത്രനാ. അവിടെ പോയി ശുശ്രൂഷിച്ച എവിടെ? കള്ളന്മാരും കവർച്ചക്കാരും എല്ലാ അനുകൂലത്തിലുള്ള ദേവാലയത്തിൽ പോയാ ഞാൻ ശുശ്രൂഷിച്ചത്. അതുകൊണ്ട് എനിക്ക് എന്നാ പറ്റി? 18 വർഷം വീട്ടിൽ ഇരിക്കണ്ടോ? 18 വർഷം കഴിഞ്ഞ് പരിശുദ്ധാത്മാവ് പ്രാപിച്ച മരുഭൂമിയിലേക്ക് പോയി സാത്താനാ പരീക്ഷിക്കപ്പെട്ട് വീണ്ടും ദൈവാലയത്തിലേക്ക് വന്നു. ദൈവാലയത്തിലേക്ക് വന്നിട്ട് എന്തോ പറഞ്ഞേ? അവിടുത്തെ ഉള്ള എല്ലാ കച്ചവടക്കാരെയും എല്ലാ വൃത്തികേടും അടിച്ച് നിരപ്പാക്കി. എല്ലാരും പുറത്താക്കി. ആദ്യം ചെയ്ത ശുശ്രൂഷ ഈ വൃത്തികേട് കാണിക്കുന്നവരെ എല്ലാം പുറത്താക്കി. ഈ വൃത്തികേട് കാണിച്ച ആലയത്തിൽ വൃത്തികേട് കാണിച്ച എല്ലാരും പുറത്താക്കി. അത് ഒരുത്തന്നില്ല, എല്ലാരും പുറത്താക്കി. ഈ വൃത്തികേട് കാണിച്ചവന്മാരുടെ കൂടെ യേശു 12-ാമത്തെ വയസ്സിൽ പോയിരുന്നേ. എന്റെ പ്രാർത്ഥനാലയമാണ്. അതാണ് കള്ളന്മാരുടെ ഗുഹയാക്കി. ഈ കള്ളന്മാരുടെ ഗുഹയിലാണ് 12-ാമത്തെ വയസ്സിൽ പോയിരുന്നേ. നമ്മളത് ചിന്തിക്കണം. ഇതൊന്നും നമ്മളൊന്നും ആരും ചിന്തിക്കുക. അപ്പം ദൈവം പറഞ്ഞ് ഈ 12-ാമത്തെ വയസ്സിൽ അദ്ദേഹം പോയപ്പോൾ എന്ത് പറ്റി? കള്ളന്മാരുടെ ഗുഹയിലായിരുന്നു യേശു പോയി 12-ാമത്തെ വയസ്സിൽ പോയി ന്യായപ്രമാണം വായിച്ചത്. അപ്പം നമുക്ക്
ന്യായപ്രമാണം വായിച്ചു. അവിടെ എന്തോ ചെയ്തു? ദേവാലയം ശുദ്ധമാക്കി, അല്ലേ? എല്ലാത്തിനും അടിച്ചു മാറ്റി ക്ലിയറാക്കി, ശുദ്ധിയാക്കി. യേശു 12-ാമത്തെ വയസ്സിൽ അവിടെ പോയി ശുശ്രൂഷിച്ചാണ്. പിന്നെ 30-ാമത്തെ വയസ്സ് കഴിഞ്ഞ് പരീക്ഷ സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവ് പ്രാപിച്ച മരുഭൂമി പോയിട്ട് ശുശ്രൂഷയുടെ ബോസമൊക്കെ ഇരുന്ന്, അല്ലേ? ബോസമൊക്കെ ഇരുന്ന് ശുശ്രൂഷ തുടങ്ങുന്ന ദേവാലയത്തോട്ട് വരുവാ. സാത്താനാൽ പരീക്ഷിക്കപ്പെട്ട് ദേവാലയത്തിൽ ഞാൻ പണ്ട് ശുശ്രൂഷിച്ചെടുത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ 12-ാമത്തെ വയസ്സിൽ ശുശ്രൂഷിച്ചെടുത്ത് കയറി വന്നിരിക്കുക, അല്ലേ? കയറി വന്ന അവിടുത്തെ എല്ലാവരെയും അടിച്ചു പുറത്താക്കി എൻ്റെ ആലയം വിശുദ്ധമാക്കിയിരിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കണം.